കഴിഞ്ഞ ദിവസം ഒരു യാത്ര കഴിഞ്ഞ് ഞാൻ മടങ്ങി വരുമ്പോൾ ഞങ്ങൾ വന്ന ട്രെയിൻ കോഴിക്കോട് സ്റ്റേഷൻ ഒരുപാട് നേരം പിടിച്ചിട്ടു. കോഴിക്കോട് സ്റ്റേഷനടുത്തുള്ള ദേവപുരം എന്ന തീരപ്രദേശത്ത് കൂടിയുള്ള റെയിൽവേ ലൈനിൻ്റെ ഒരു ഭാഗം അക്രമികൾ മുറിച്ചു മാറ്റിയിരിക്കുന്നു. വളരെ അക്രമികൾ പൈശാചികമായി കൊലപ്പെടുത്തി ഉച്ചവരെ നഷ്ടപ്പെട്ടവരുടെ കൂട്ടക്കരച്ചിലാണ് ദേവപുരത്തെ ബീച്ചിൽ നിന്ന് മുഴങ്ങുന്നത്. ഒരു തുണ്ട് മാംസകഷ്ണത്തിന് വേണ്ടി പരസ്പരം കടിച്ചു കയറുന്ന തെരുവ് നായ്ക്കളെ പോലെ പെൺകുട്ടികളുടെ മാനത്തിന് വില പറയുന്ന ചെറുപ്പക്കാർ. എന്നും പ്രഭാതത്തിൽ ചോര മണക്കുന്ന കൊടും ക്രൂരതകൾ മാത്രം കണികണ്ടുണരുന്ന ബോംബെ തെരുവുകളിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ശാന്തിയുടെ പൊൻപുലരികൾ ഓരോന്നായി പുനർജനിക്കാൻ തുടങ്ങുമ്പോൾ അശാന്തിയുടെ വിത്തുകൾ ഭാഗ്യം നമ്മുടെ കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുകയാണ്. ദേവപുരത്തെ കൂട്ടക്കൊലയിൽ എൻ്റെ ഒരു സ്നേഹിതനും കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനവിടെ പോയി. ആ വീടിൻ്റെ തെക്കേ മുറ്റത്ത് അപ്പോഴും ചിതയേരിയുന്നുണ്ടായിരുന്നു. വീട്ടിൽ വൃദ്ധയായവൻ്റെ അമ്മ മാത്രം വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെ കനലടങ്ങാത്ത മകൻ്റെ ചിതയിൽ നിന്ന് ഒരുപിടി ചാരം വാരി ഒരു മൺപാത്രത്തിലാക്കി എന്നെ ഏൽപ്പിച്ചുകൊണ്ട് ആ അമ്മ പറഞ്ഞതെന്താണെന്നോ, ഇന്നിവിടെ മരിച്ചവരുടെ കർമ്മം കഴിച്ച ഒരു ആൺതരി പോലും ഇല്ലെന്ന്, എല്ലാവരെയും അവർ കൊന്നെന്ന്. അതുകൊണ്ട് മകൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ ഈ മൺപേടകം ഏതെങ്കിലും ഒരു പുണ്യനദിയിൽ ഒഴുക്കണേ എന്ന്. പെണ്ണെ, എനിക്കും പോകണം ഒരു തീർത്ഥയാത്ര. പ്രിയ സ്നേഹിതൻ്റെ ചിതാഭസ്മ പേടകവുമായി പാപനാശിനി തേടിയൊരു തീർത്ഥയാത്ര.